ഹലോ, അസ്സലാമലൈക്കും. ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം അത് നമ്മൾ കൺമുന്നിൽ നടന്ന് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ. അൽഹംദുലില്ലാ, അത് എത്രത്തോളം ഉണ്ടെന്ന് അത് പറയാൻ പറ്റില്ല. അത്രയും സന്തോഷമുണ്ട് കേട്ടോ. ഞാനും ഉമ്മ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് നമ്മളെ വീടിൻ്റെ മുറ്റം. ആ ഒരു ചെറിയൊരു മുറ്റം പുല്ലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി എടുക്കണം എന്നുള്ളത്. നമ്മൾ മുറ്റത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ആരെങ്കിലും വീട്ടിൽ ഒറ്റയ്ക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാമല്ലോ. ഈ ഒരാഗ്രഹം പെട്ടെന്നുണ്ടായ ഒരാഗ്രഹമല്ല കേട്ടോ. ഒരുപാട് ഞങ്ങൾ മുറ്റത്ത് പരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്നൊക്കെ ഉണ്ടായൊരു ആഗ്രഹമാണിത്. ഈ ഒരാഗ്രഹം ആദ്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് പകരം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി വെക്കും. ഉമ്മാനൊരു 2 മിനിറ്റ് എൻ്റെ അടുത്തുനിന്നൊക്കെ ഒരു 5 മിനിറ്റൊക്കെ കാണാണ്ടായി കഴിഞ്ഞാൽ എനിക്കറിയാം ഉമ്മ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്തിരിക്കുകയായിരിക്കും. ഒന്നില്ലെങ്കിൽ ചട്ടിക്ക് പെയിൻ്റ് അടിക്കുക, അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ ഉമ്മ ഇപ്പോൾ പൊക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ലാബ് ഉണ്ടല്ലോ, അതെനിക്ക് വീൽ ചെയറായിട്ട് ആ ഒരു ടാങ്കിൻ്റെ അടുത്തേക്ക് ഇവിടെ ഒക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിട്ടോ. കുറേ ചെടികൾ ഉമ്മ വെച്ചിട്ടുണ്ടായി. ഇവിടെ കിളിക്കൂടുണ്ടായി. അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊക്കെ എനിക്ക് പോകണം, എനിക്ക് വീടിൻ്റെ ചുറ്റും സുഖമായിട്ട് പോകണം എന്നുള്ളത് ഉമ്മാക്ക് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾക്ക് തോന്നും താഴെ മാത്രം പോയാൽ മതിയല്ലോ എന്ന്. പക്ഷെ താഴെ മാത്രമല്ല കേട്ടോ, ഉമ്മ മേലേക്കും എന്നെ കൊണ്ടുപോകാറുണ്ട്. ഉമ്മാക്ക് കുറച്ച് പടവലങ്ങയും കുറച്ച് തൈകളൊക്കെ ഉണ്ട് കേട്ടോ മേലെ. അപ്പോൾ അത് പൂക്കണതും കായ്ക്കണതും എല്ലാം തന്നെ എടുത്തു കൊണ്ടുപോയി കാണിക്കും. താഴെയാണെങ്കിലും ഉമ്മ ഇങ്ങനത്തെ ഓരോ പരീക്ഷണങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടും ഇരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം ഞാനും എനിക്ക് കാണുന്നില്ല. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഈ മണ്ണൊക്കെ മാന്തി അതിൻ്റെ അടിയിലേക്ക് വലിയ കരിങ്കല്ലുകൾ ഇട്ട് ഒരേ ലെവലിൽ മണ്ണൊക്കെ ആക്കിയേക്കാം കേട്ടോ. കുറേ നേരമായിട്ടും മഴ കാണാണ്ടായപ്പോൾ ഞാൻ നോക്കി ചെന്നിട്ടോ. വിളിയൊക്കെ ഉണ്ട്, ഇതിപ്പം വരാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ മഴ കാണുന്നില്ല. ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരു നട്ടുച്ച ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഉമ്മ ഇതിങ്ങനെ ഇന്ന് വെയിലത്തിരുന്ന് ചെയ്യാട്ടോ. അപ്പം ഞാൻ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, ഉമ്മ എന്തിനാണ് ഇങ്ങനെ നട്ടുച്ചക്ക് ഇത് ചെയ്യണേന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറയാ, ഉമ്മയുടെ മോൾക്ക് അങ്ങോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഉമ്മ കൊണ്ടുപോയി. പക്ഷേ എന്താണ് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ പിന്നെ എൻ്റെ വീൽ ചെയറിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു വീലുണ്ടല്ലോ, അതൊരു തിരിയുമ്പോൾ പിന്നെ കല്ല് നമ്മൾ ഒരേ ലെവലായിട്ടുള്ള പീസുകളല്ല, ഇപ്പം കണ്ടില്ലേ, അതുപോലുള്ള പീസുകളല്ല, ഇത് ശരിക്കും കരിങ്കല്ല് തന്നെ. ഇപ്പം ഇട്ടേക്കണ കല്ല് അതിന് ശേഷവും ഇട്ടതാട്ടോ, അത് പറ്റാണ്ടായപ്പോൾ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ വീൽ ചെയർ പറ്റണില്ല. ആ ഒരു വീലിൽ പിന്നെ വീൽ ചെയർ പൊക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ സ്പീഡ് കൂട്ടുമ്പോണ്ടല്ലോ തീരെ വരാൻ പറ്റാണ്ടായി. എന്നിട്ട് ഉമ്മ കുഴിച്ചിട്ട ആ ഒരു കരിങ്കല്ലൊക്കെ ഉമ്മ മാന്തിയിട്ട് ആ കരിങ്കല്ലിനൊക്കെ പുറത്തേക്ക് എടുക്കേണ്ടി വന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ വീടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയത്. അത്രയും സമയത്തിന് ചെയ്തൊരു കാര്യം അപ്പം തന്നെ ആദ്യം എങ്ങനെയാണ് ഉണ്ടായത് അതേപോലെ തന്നെ ആക്കേണ്ടിയും വന്നു. പിന്നെ ആസിമും കുഞ്ഞാവും നമ്മളൊപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ ഗ്രാസ് സെറ്റ് ചെയ്യും മുമ്പ് മണ്ണിട്ട് ഒരേ ലെവലാക്കാണ്. അപ്പോൾ ഉമ്മ ഒരു ലെവലാക്കി വരും മണ്ണിനെ, അവർ ഓപ്പോസിറ്റാണ് കേട്ടോ ലെവലാക്കുന്നത്. ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞത് കേട്ടോ. ലാസ്റ്റ് എന്താവുമെന്ന് കാണാം. കുഞ്ഞുവാവൻ എന്ത് ചെയ്യാ അവിടെ? സിമെന്റ് എന്തിന്? അവിടെ വേണ്ട, എംസാൻഡ്
സംഭവം ഞാൻ പറഞ്ഞതാണ് തെറ്റിപ്പോയത്. അവർ കാര്യമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉമ്മാനെ. പതുക്കെ കൊത്തിട്ട മോനെ. പിന്നെ നമ്മൾ ഗ്രാസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണോ ഗ്രാസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് അവിടെ മണ്ണിട്ട് ഒരേ ലെവലാക്കി കൊടുക്കണം. ആദ്യം മണ്ണിനും ലെവലാക്കി കൊടുത്തു. പിന്നെ അതിന് ശേഷം എംസാൻഡ് ഇട്ട് കൊടുത്ത് ഒരേ ലെവലിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാവുമല്ലോ, വെള്ളം പെട്ടെന്ന് താഴ്ന്നു പോകാണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പുല്ല് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ മണ്ണൊക്കെ ഇട്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, ആദ്യം നമ്മൾ മണ്ണൊക്കെ ഇട്ട് ആദ്യം അത് സെറ്റ് ചെയ്ത് വെള്ളം മണ്ണിൽ കെട്ടി നിൽക്കാതെ പോകാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു സ്ലോപ്പ് പോലെ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ചെയ്യണത് നല്ലതാണ്. അപ്പോൾ വെള്ളം ഒരു സൈഡിലേക്ക് പൊക്കോളുമല്ലോ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ് വീറ്റ് മാറ്റ് വിരിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ മാറ്റ് വിരിച്ചു കൊടുക്കുന്നത് നമ്മൾ ശരിയായിട്ട് വെള്ളം പോവാനും, ഇതും ഒരു ചെറിയ ചെറിയ ഹോൾസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിയായിട്ട് വെള്ളം പോയിക്കോളും ഈ ഒരു മാറ്റ് ഇട്ട് കൊടുത്താൽ. അപ്പോൾ അതിന് വേണ്ടിയും പിന്നെ ചെറിയ പുല്ലുകളൊക്കെ വളരുമല്ലോ. ഇപ്പോൾ ചെടിച്ചട്ടിയിൽ തന്നെ ചെടീനെക്കാട്ടും കൂടുതൽ വേറെ പുല്ലുകളൊക്കെയാണ് കേട്ടോ വളരുന്നത്. അപ്പോൾ അങ്ങനത്തെ പുല്ലുകളൊക്കെ ഈ ഒരു മാറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാറ്റ്. പിന്നെ ചെളി നമ്മൾ ആ ഒരു കെട്ടി നിൽക്കാണ്ടും ചെളി ആവാതിരിക്കാനൊക്കെയാണ് ഈ ഒരു മാറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ നമുക്ക് ബേബി മാറ്റിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഈ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ മണ്ണ് തന്നെ ഇട്ട് കൊടുത്തത് നമ്മൾ അവിടെ കുറച്ച് താഴ്ചയായിരുന്നു, അതുകൊണ്ടാണ് മണ്ണിട്ട് കൊടുത്ത് കുറച്ചൊരു ഹൈറ്റേക്ക് ആക്കി എടുത്തത്. അങ്ങനെ ലാസ്റ്റ് ഗ്രാസ് രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട്. ഗ്രാസ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിറ്റേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ. 2-3 ദിവസമായി ഗ്രാസ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട്, പക്ഷേ നിവർത്തി നോക്കിയിട്ടുണ്ടായില്ല. ഗ്രാസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും കാണാൻ ഞാൻ ആ ഒരു ആകാംക്ഷയിലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. രാവിലെ തന്നെ ചെയ്യാമെന്ന് കരുതിയതാട്ടോ. പക്ഷേ നമ്മൾ തലേ ദിവസം ഇറക്കിയ എംസാൻഡൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായി. അപ്പോൾ ഉമ്മ അത് തലേ ദിവസം തന്നെ ഷീറ്റ് ഇട്ടതിന് ശേഷം അത് ഫുള്ള് മാറ്റി വേറൊരു സ്ഥലത്തേക്കൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇന്ന് രാവിലെ ഫുള്ള് അവിടെ അടിച്ച് കഴുകി ക്ലീനാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു പുല്ല് സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരം വൈകി. അപ്പോൾ ഉമ്മ വേഗം ഗ്രാസ് അവിടെ വിരിച്ചിട്ട് നോക്കുന്നു. പിന്നെ വിരിച്ചിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഗാർഡൻ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അങ്ങോട്ടായിട്ട് വേണം മാറ്റ് വിരിച്ചിട്ട് കൊടുക്കാൻ ഗ്രാസിൻ്റെ. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പുല്ലൊരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഗാർഡനിലേക്ക് നോക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വേണം പുല്ല് പൊന്തി നിൽക്കുന്ന ഭാഗം നമ്മൾ ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ മാറ്റ് വാങ്ങിയത് 2 പീസായിട്ടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റൊക്കെ എടുത്ത് മതിലിൻ്റെ ആ ഒരു സൈഡിലേക്ക് വരുന്ന ആ ഒരു ഭാഗം ഗ്രാസ് നമ്മൾ കട്ട് ചെയ്തൊക്കെ കൊടുത്ത് അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഇടാൻ വേണ്ടി നമ്മൾ മാറ്റൊന്നും വാങ്ങിയില്ല. ഉമ്മയുടെ കയ്യിലുണ്ടായ ഷീറ്റും ആ ഹോളൊക്കെ കുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഈ ഒരു മാറ്റ് ആണിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഗ്രൗട്ടൊക്കെ ഒഴിച്ചൊന്ന് സൈഡ് ഭാഗം മാത്രം. പിന്നെ ഗ്രാസിൻ്റെ മേലെ നമ്മൾ കുറച്ചായിട്ട് എംസാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ പുല്ല് നല്ലൊരു ഭംഗിയിലും അമർന്നൊന്നും താഴേക്ക് പോവില്ല കേട്ടോ നമ്മൾ വീൽ ചെയറൊക്കെ കയറ്റുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എംസാൻഡ് ഇട്ട് കൊടുക്കുന്നത്.
അങ്ങനെ സെറ്റാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇപ്പം ഈ ഒരു ഗാർഡനിലേക്ക് നോക്കുന്ന ഒരു ഭംഗിനേക്കാളും എനിക്ക് ഇപ്പം എൻ്റെ മനസ്സ് എന്തായിരിക്കുമെന്ന് ചിന്തിച്ചാലൊന്ന് മനസ്സിലാവും കേട്ടോ. കാരണം എനിക്ക് ഇപ്പോഴാണ് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് എവിടെയും തടസ്സങ്ങളൊന്നും ഇല്ലാതെ വീൽ ചെയർ താഴ്ന്നു പോവോ ആ ഒരു പേടിയൊന്നും ഇല്ലാണ്ട് ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. എൻ്റെ ഉമ്മയുടെ അധ്വാനമാണ്. അള്ളാഹു എൻ്റെ ഉമ്മക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഇഷ്ടമായാൽ കമൻറ്റിൽ പറയണം, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.